ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ അല്ല ഞാനിപ്പോൾ എവിടെയാ? ഫ്രാങ്ക്ലിൻ, നീ അല്ല, നിങ്ങൾക്കൊക്കെ എൻ്റെ പേരെങ്ങനെ അറിയാം? നിൻ്റെ പേര് എനിക്കറിയാം. നിന്നെ ഞാനൊരു സമ്മാനം തരാം. എന്ത് സമ്മാനം? എത്ര രൂപയാ? പൈസയല്ല, അതിനെക്കാട്ടും വില മതിക്കാനാവാത്ത ശക്തി. ഈ ശക്തി? എന്ത് ശക്തി? എനിക്ക് ശക്തി അറിയാവുന്ന ആവശ്യമില്ല. ഞാനിപ്പോൾ എൻ്റെ മസിലൊക്കെ നോക്കടാ, കാണാം. എൻ്റെ ഇടിയൊക്കെ ഒരു ഇടിക്കൊക്കെ മനുഷ്യരൊക്കെ തീർന്ന്. ഫ്രാങ്ക്ലിൻ, നീ എന്നോട് തർക്കിക്കാനൊന്നും പറയണ്ട. എൻ്റെ കയ്യിൽ ഗൺസൊക്കെ ഉണ്ട്. അല്ല, നിങ്ങൾ ആരെ ശരിക്കും? ഞാൻ നിങ്ങൾ സൂം ചെയ്ത് നോക്കട്ടെ. സൂം ചെയ്തിട്ട് നിങ്ങളൊന്നും എനിക്ക് കാണുന്നു. നിങ്ങൾ ആരാപ്പാ? നിങ്ങളെനിക്ക് കാണുന്നില്ലല്ലോ. അതെ ഫ്രാങ്ക്ലിൻ, എന്നാ എൻ്റെ മിഷൻ കണ്ടുപിടിച്ചോ. ഓടിച്ചോ. ഫ്രാങ്ക്ലിൻ, നിൻ്റെ മിഷൻ കണ്ടുകൊണ്ട് ഒരു പ്രയോജനമില്ല. എന്നെ നിനക്ക് തോൽപ്പിക്കാനേ കഴിയില്ല. ഓക്കെ ഫ്രാങ്ക്ലിൻ, റിലേഷനടുത്തുള്ള ജുറാസ് ജംഗിൾ പോ. അപ്പോൾ നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. നമ്മൾ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു. ഇനി ആ സ്വപ്നത്തിൽ എന്താ നടക്കണേന്ന് ആർക്കും അറിയില്ല. നമുക്ക് നമ്മുടെ ബൈക്കിൽ കയറിയിട്ട് നമുക്ക് നേരെ ആ സ്ഥലത്തെത്താം. ഓക്കെ ഗൈസ്, നമുക്ക് ഈ ബൈക്കിൽ കയറാം. ഓക്കെ, നമുക്ക് ഈ ബൈക്കിലൂടെ എങ്ങോട്ടാ? ആ ദൈവമാണ് എന്താണെന്നൊന്നും മനസ്സിലാവുള്ള. അയാൾ പറഞ്ഞ സാരി എന്തായാലും എനിക്ക് അങ്ങോട്ട് പോകണം. ഓക്കെ ഗൈസ്, നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ ഗൈസ്, അയ്യോ ഗൈസ്, നമ്മൾ നേരെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടിട്ടുണ്ട്. നമ്മൾ മാസമായിട്ടൊക്കെയാണ് പോകുന്നത്. അയാളെക്കാട്ട് സീനായിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷേ ഈ ജുറാസിക് ജംഗിൾ എവിടെയായിരുന്നു? ഒരുപാട് നാളൊക്കെ ആയിട്ടില്ലേ പോയിട്ട്. അത് മറ്റേ ഞങ്ങൾ കുഞ്ഞിലെ ഞാൻ ഇതിൽ ഇര പിടിക്കാൻ വേണ്ടി പോയതാണ്. പിന്നെ ഞാൻ കണ്ടിട്ടില്ല ജുറാസിക് ജംഗിൾ. ഏതായിരുന്നു വരി? ആ വരിയായിരുന്നു, ഈ വരിയായിരുന്നു? ഇത് തന്നെ. ഈ വരിയുടെ ഏകദേശം അടുത്തൊക്കെ തന്നെയാണ് ആ സ്ഥലം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അങ്ങോട്ടേക്കായിരുന്ന ഇത് പെട്രോൾ പമ്പ്. അപ്പം അങ്ങോട്ട് തന്നെ. അതെ, ആ കാണുന്നതാണ് ഗൈസ് ജുറാസിക് ജംഗിൾ. ഷിൻജാൻ ഇപ്പോൾ എവിടെയായിരിക്കും? ഷിൻജാൻ ചിലപ്പോൾ സ്കൂളിൽ പോയി കാണും, അല്ലെങ്കിൽ അവൻ വേറെ എവിടെയെങ്കിലും പോയി കാണും. നമുക്ക് നേരെ ഷിൻജാനൊക്കെ വിളിക്കാം. അതിനു മുമ്പ് എന്താണ് ആ സാധനം എന്ന് എനിക്ക് നോക്കണം. അതിനൊരു ആകാംക്ഷയുണ്ട് ഗൈസ്. ഇനി ഇവിടുന്ന് പണ്ടത്തെ പോലെ ഡൈനോസർ വല്ലതും കയറി ചെന്നാൽ നമ്മൾ പെട്ടുപോകും. ഇവിടുത്തെ ഡൈനോസേഴ്സിനെ ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് കുഞ്ഞിലെ. പക്ഷെ അതിനെയൊക്കെ ഞാൻ ഇങ്ങനെ സർവൈവ് ചെയ്തെന്ന് എൻ്റെ കുഞ്ഞിലെ എന്നെ സമ്മതിക്കണം എന്നെ. ഓക്കെ ഗൈസ്, നമുക്ക് നേരെ പോകാം. നമ്മളിപ്പോൾ അതേ ഗൈസ്, ഡൈനോസർ. ഈ ഡൈനോസർ മറ്റേ ഇലകളൊക്കെ തിന്ന് ജീവിക്കുന്ന ഡൈനോസറാണ് കേട്ടോ. നമുക്ക് അടിയിലൂടെ പോകുക. അയ്യോ ഗൈസ്, നമ്മൾ ജസ്റ്റ് ഒന്ന് വേണ്ടിട്ടുണ്ട് കേട്ടോ. ഡൈനോസറിൻ്റെ ശക്തി ഭയങ്കര ശക്തിയാണ് ഡൈനോസറിന്. ഗൈസ്, ഇവിടെ ഡൈനോസർ ഇപ്പോഴും ഡൈനോസറിന് ഇവിടെ ജുറാസിക് ജംഗിളിൽ മാത്രമാണ് ഡൈനോസേഴ്സ് ഉള്ളത്. നമുക്ക് എന്താണ് ഇവിടെ ഉള്ളതെന്ന് നമുക്ക് ആദ്യം ഒന്ന് പോയി നോക്കണം. എന്താണ് ഇവിടെ ഉള്ളത് ഗൈസ്? എന്താ ഗൈസ് ഉള്ളത്? നമുക്ക് പോയി നോക്കാം. ഈ ഡൈനോസറിൻ്റെ പേര് അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ ഈ ഡൈനോസറിൻ്റെ പേരൊന്ന് ഇട്ടേക്കണം കേട്ടോ. അതെന്തോ ഒരു സാധനം. നമുക്കിവിടെ എന്തൊരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇതൊരു ഗോസ്റ്റ്. ഇതൊന്നൊരു തലയോട്ടൊക്കെ. ഇതാ കാർട്ടൂണിലെ ഗോസ്റ്റുള്ള ബൈക്കല്ലേ? ഇത് MCU ആണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല, ഒന്നും നോക്കാറില്ല. ഇതെന്തോ ഒരു ബൈക്കാ. ഇതെന്താ എനിക്ക് പറ്റുന്നത്? എന്തൊക്കെയാ സംഭവിക്കുന്ന പോലെ. എന്തോ എൻ്റെ മുഖത്തൊക്കെ എന്തോ ഒരു ഇതുപോലെ എൻ്റെ പാൻറ്റിനൊക്കെ എന്താ പറ്റുക. ഡ്രസ്സ് എൻ്റെ തലയ്ക്കൊക്കെ എന്താ പറ്റുന്നത്? തലയിലൊക്കെ മുടി വന്ന്. ഈ മുടിയും പിന്നെ ഈ മാസ്കൊക്കെ എന്ത് സാധനമാണോ ആവോ. അല്ല, എന്തൊക്കെയോ കൈക്ക് എന്തോ മാറ്റം പോലെ എന്തൊക്കെയോ പവർ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. വാട്ട് ഈസ് ദിസ്? ഇതെന്ത് ശക്തിയാണ്? എനിക്കിപ്പോൾ എന്തൊക്കെ പുതിയ കഴിവുകൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ ബൈക്കിൽ തന്നെ പോയാച്ചാ.
ഈ ബൈക്ക് വലിയ ശക്തി കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നേ. ഓ ആ ശക്തി എന്തൊരു സീൻ ശക്തിയാ. എനിക്ക് വേറെ എന്തൊക്കെ ശക്തികളുണ്ടാകാം ഒന്ന് നോക്കാം. അയ്യോ ഇതാണോ എൻ്റെ ശക്തി? ഈ ശക്തി എന്ന് എനിക്ക് വേണ്ടേ. എനിക്ക് ഈ ശക്തിയൊന്നും വേണ്ട. അയ്യോ അയ്യോ ഭാഗ്യം രക്ഷപ്പെട്ടു. ഇതെന്തൊരു ശക്തിയാണോ. പിന്നെ എനിക്ക് വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? എനിക്ക് തന്നെ അറിയില്ല. ഓക്കെ എന്തൊക്കെയോ ശക്തി എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് പോകാം. പക്ഷേ ശക്തികളൊക്കെ എന്തൊക്കെ ശക്തികളാണ്. പുതിയ ഞങ്ങളുടെ 2 ഡ്രസ്സ് ഞാൻ ബനിയൻ ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ പാൻറ്റിന് വ്യത്യാസമില്ല. പാൻറ്റ് മാത്രം ഇങ്ങനെ സാധാ പാൻറ്റ്, ബാക്കിയെല്ലാം വ്യത്യാസം കൊണ്ട് തന്നെ ബൈക്ക് മാറി ഇങ്ങനത്തെ ഒരു എന്തോ ഒരു ഗോസ്റ്റ് റൈഡറിൻ്റെ ബൈക്കൊക്കെ വന്ന്. പിന്നെ കയ്യിൽ നിന്ന് എൻ്റെ തലയിൽ എന്തോ ഹെൽമെറ്റ് ഇത് അയക്കാനും പറ്റണല്ലോ. നമ്മളിപ്പോൾ അല്ല ഏത് വഴിയായിരുന്നു? അല്ല എനിക്കൊരു പവർ ഇതൊന്ന് ഡൈനോസർ ഡൈനോസർ നിന്നെക്കാട്ടിയൊക്കെ ശക്തിശാലി. അയ്യോ ശരി വീഴ്ചയ്ക്ക് ഒരു കുറവുമില്ല. ഡൈനോസർ എന്നെ ചവിട്ടുവാണല്ലോ. ഡൈനോസർ എന്നെ ചവിട്ടാൻ നിനക്ക് ധൈര്യമുണ്ടോ? ഞാനാണ് ഫ്രാങ്ക്ലിൻ. ദാ പിടിച്ചോ. സീൻ എൻ്റെ ഒരടിക്ക് അവൻ്റെ മരണം. ഡൈനോസറിനെ ഞാൻ ഒറ്റൊരു ബ്ലാസ്റ്റിൽ ഞാൻ ഡൈനോസറിനെ തീർത്ത് കളഞ്ഞു. പിന്നെ അത്രയ്ക്ക് ശക്തിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഗോഡ്സില വന്നാൽ പോലും എന്നെ ഒന്നും തൊടാൻ പോലും ഞങ്ങളില്ല. നമുക്ക് ഷിൻചാനെ സ്കൂളിൽ പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഷിൻചാനൊക്കെ അല്ല നമ്മളെന്തെങ്കിലും ഇപ്പോൾ അതൊക്കെ ഉപയോഗിക്കണം. നമുക്ക് ടെലിപ്പോർട്ടാവാം അങ്ങോട്ടേക്ക്. നമുക്ക് വീട്ടിലേക്ക് ടെലിപ്പോർട്ടാവാനുള്ള ശക്തി നമുക്ക്. ഞാനിപ്പോൾ സ്കൈഫാൾ ചെയ്തില്ല. അപ്പോൾ എനിക്ക് ടെലിപ്പോർട്ടാവാനുള്ള പവർ കൊണ്ട് ടെലിപ്പോർട്ട്. അല്ല നമ്മളിപ്പോൾ എവിടെയാ ഗൈസ്? എനിക്ക് അല്ല എൻ്റെ ബൈക്ക് അവിടെ. ഓക്കെ എൻ്റെ ബൈക്കും സ്പോണായി. അപ്പം എനിക്ക് വെള്ളത്തിലെ ശക്തി ഓക്കെയോ നോക്കിയാലേ. ഇതിൻ്റെ ഇതിൻ്റെ പവേഴ്സൊക്കെ അവിടെ തന്നെ ആയിരുന്നു. അത് സ്പോണായിട്ട് സമയം എടുക്കും തോന്നുന്നു. ഇപ്പോൾ ഒരു ശക്തിയൊക്കെ വരുന്നുണ്ട് ഗൈസ്. എൻ്റെ പ്രിയപ്പെട്ട വണ്ടി കുഴപ്പമില്ല. എനിക്കിപ്പോൾ ഒരുപാട് ശക്തികളൊക്കെ ഉണ്ട്. എന്നാലും ശക്തിയൊക്കെ ഉണ്ട്. നമുക്ക് ആദ്യം ആ ബൈക്കൊക്കെ നമുക്ക് ഒരുപാട് കാറുകളും ബൈക്കുകളൊക്കെ അടിച്ച് പറ്റും. പക്ഷെ നമ്മുടെ പവേഴ്സിൽ നമ്മുടെ മാസ്കിലാണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് ഗൈസ്. നമ്മുടെ പവേഴ്സൊക്കെ മാസ്കിലാണ്. ഈ മാസ്ക് നമ്മൾ നമുക്ക് എങ്ങനെയെങ്കിലും ഊരണം. ഊരിയ നമുക്ക് തിരിച്ച് നമ്മൾ പഴയ ഫ്രാങ്കിൽ ഞാൻ കഴിയും നമുക്ക്. ഓക്കെ നമ്മുടെ പുതിയ ശക്തികളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തല്ലോ. അയ്യോ ഇതിനെന്താ പറ്റിയേ? ഈ നമ്മുടെ കടയിൽ ഈ കാളയിൽ പോയുണ്ട് കേട്ടോ. ഈ ആൾക്കാർക്ക് വിചാരിക്കും ഞാനൊരു കാളയാണെന്ന്. അത് ഗൈസ് അത് ഫുള്ള് കേസൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത്. വേറെ എനിക്ക് എന്തൊക്കെ പവർ ഉണ്ടെന്ന് നമ്മൾ ഇവിടെ വെച്ച് ടെസ്റ്റ് ചെയ്യാൻ നോക്കാം. ഗ്രീൻ കുട്ടിച്ചത്ത ഇവിടെ മന്ത്രങ്ങളൊന്നും വർക്കാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യത്തെ പവർ എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് കത്തിക്കുന്ന ബൈക്കുണ്ട്. പിന്നെ എനിക്ക് ആകാശത്തിൽ നിന്ന് താഴേക്ക് ചാടാൻ കഴിയും. പറക്കാൻ കഴിയില്ല. പിന്നെ എനിക്ക് എന്തൊക്കെ കാര്യമുണ്ടോ? എനിക്ക് തീരശക്തിയല്ലേ ഉള്ളൂ. അപ്പോൾ തീരശക്തി ഒന്ന് യൂസ് ചെയ്യാം ഗൈസ്. അത് നമ്മൾ എക്സ്പ്ലോർ എല്ലാ വണ്ടികളും എക്സ്പ്ലോർ ചെയ്യപ്പെട്ടത് നമ്മളെ പവേഴ്സാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് പവേഴ്സൊക്കെ ശരിക്കും ചുരുക്കം പറഞ്ഞുണ്ട് ഗൈസ്. ആ പവേഴ്സിന് ഒരുപാട് ദൂരേക്കും പോകാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ റാപ്പ് വരെ പവർ ഇടാൻ പോവാം ഗൈസ്. അത് ആ റാപ്പ് കടന്നു പോയി ആകാശത്ത് പോയി വേണമെങ്കിൽ ജെറ്റിന് വരെ അങ്ങനെ തോപ്പിക്കാൻ കഴിയും. കാരണം നമ്മൾക്ക് ഈ ശക്തി ഒരുപാടുണ്ട്. ഈ ശക്തി വളരെ കൂടുതലാണ് നമുക്ക് ഗൈസ്. നമുക്ക് ഷിൻചാൻ എവിടെയായിരിക്കും? ഷിൻചാനെ ആദ്യം നോക്കാം. എന്തോ കോള് വരുന്നവരെ കോൾ എടുക്കാം. ഷിൻചാനെ. ഹലോ. ഷിൻചാനെ എന്താടാ നിന്നെ ഞാൻ വീട്ടിൽ കണ്ടില്ല. അയ്യോ അപ്പം നീ തിരിച്ച് ജപ്പാനിൽ പോയാ? നീ തിരിച്ച് എടാ നിനക്കൊന്ന് പറഞ്ഞോടാ ഷിൻചാനെ. അമ്മയുടെ തല്ലി കുടിക്കോ? അതൊക്കെ ഓക്കെ ഷിൻചാനെ. ബാംഗ്ലൂർ പോയി നാളെ ഒന്ന് എൻ്റെ വീട്ടിൽ വരുമോ? നാളെ വീട്ടിൽ വരാൻ ജപ്പാൻ വരെയൊന്നും പറയാനുള്ള പൈസ ഒന്നും എൻ്റെ കയ്യില്ല. അന്ന് ഞാനങ്ങോട്ട് വരട്ടെ. നീ ഒരു 2 ദിവസം കണ്ടു വാ ഷിൻചാനെ. എന്താ നാളത്തെ ഇന്ന് തന്നെ വരണമെങ്കിൽ ജപ്പാനിൽ നിനക്ക് അങ്ങോട്ടൊന്നും വരാൻ പറ്റില്ല. ഇന്നിപ്പോൾ ഞാൻ സ്കൂളിൽ കേട്ടോ.
പിഞ്ചാനെ കൊണ്ടുപോയാ? പിഞ്ചാൻ അവൻ്റെ എവിടെ കിടന്ന് സ്കൂളിൽ കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പൊ പിഞ്ചാന് സ്കൂളിൽ നിന്ന് ഫോണും കൊണ്ടുവന്നു. എടാ പിഞ്ചാന് സ്ഥിരം പരിപാടിയല്ലേ. ഓക്കെ ശരി. എടാ ഷിൻചാനെ കോള് കട്ട് ചെയ്യോ? അല്ല, ഞാൻ പിഞ്ചാനെ കൊടുക്കാം. ഹലോ, നിങ്ങളിപ്പോ സ്കൂളിലാണോ? അതെ. പിന്നെ ഷിൻചാൻ അമ്മ തല്ലിക്കൊണ്ടിരിക്കുവാന്ന്. അതോ വെറുതെ നിങ്ങളെ പറ്റിക്കാൻ പറയും. ഓക്കേടാ. ഇപ്പൊ ഞങ്ങൾ സ്കൂളിൽ ഫോൺ കൊണ്ടുവന്നിക്കുവോ? അല്ല, നിങ്ങളുടെ സ്കൂളിൽ ഫോൺ കൊണ്ടുവരാൻ അനുവാദമാണല്ലോ. അയ്യോ ടീച്ചർ, ഓട്. എടാ നിങ്ങളുടെ സ്കൂളിൽ ഫോൺ കൊണ്ടുവരാടാ. എടാ എച്ചും പോയിട്ടില്ല. ഓക്കേടാ ഷിൻചാനെ കോള് കട്ട് ചെയ്യടാ. ഞാനൊരു ഓക്കെ. ആ ഷിൻചാൻ കോള് കട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. ആ ശരിക്കും ഷിൻചാൻ എങ്ങോട്ടാ പോയത്? ഷിൻചാന് ഈ വീഡിയോ ഷിൻചാനെ കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പക്ഷേ ഷിൻചാൻ നമ്മുടെ വേറെ സ്ഥലത്ത് പോയിരിക്കുവാണ്. ഷിൻചാന് അവൻ്റെ അച്ഛനും അമ്മയും ഷിൻചാനെ കൊണ്ടുപോയി ഗൈസ്. നിങ്ങൾക്ക് വിഷമമാണെന്ന് എനിക്കറിയാം, എന്നാലും ഷിൻചാനെ അവർ കൊണ്ടുപോയി ഗൈസ്. വിഷമകരമാണ്. എന്നാൽ എനിക്ക് നന്നായിട്ട് വിഷമമാണ്. നിങ്ങളെക്കാട്ടിയൊക്കെ വിഷമം എനിക്കാണെന്ന് തോന്നുന്നു. കാരണം ഞാനല്ലേ ഷിൻചാനെ ഇത്രയും കാലം നോക്കിയത്. ഷിൻചാൻ ഇപ്പോൾ വൈകാതെ പോയി. ഇത് നമുക്ക് ഷിൻചാൻ വിഷയം വിടാം ഗൈസ്. ഞാനിപ്പോൾ ഇവിടെയാണ്. എനിക്കിപ്പോൾ എൻ്റെ പവേഴ്സൊക്കെ യൂസ് ചെയ്ത് ഞാനിപ്പോൾ ഇങ്ങോട്ട് എൻ്റെ ഗോസ്റ്ററുടെ ബൈക്ക് ആയതുകൊണ്ടാണോ അല്ല ഇത് എല്ലാ ബൈക്കുകൾക്കും കഴിയും. കാരണം ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ. നമുക്ക് വേറെ എന്തെങ്കിലും പവേഴ്സ് ഉണ്ടോയെന്ന് എനിക്കൊന്ന് സംശയമുണ്ട്. പറക്കാനുള്ള പവേഴ്സ് എന്തായാലും ഇല്ല. കാരണം പറക്കാൻ നമ്മൾ ശ്രമിച്ചപ്പോഴാണ് നമുക്ക് സ്കൈഫാൾ ചെയ്യാം. എന്നുവെച്ചാൽ നമ്മൾ ആകാശം താഴെ വീഴാൻ കഴിയും. അത് നമ്മുടെ ഒരു എബിലിറ്റിയാണ്. ഈ മാസ്ക് എപ്പോൾ ഇടുന്നു അപ്പോൾ എനിക്ക് ശക്തികൾ കിട്ടും. ഓക്കേടാ ഗൈസ്, നമ്മൾ ഇത് തീർന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അയ്യോ ഗൈസ്, ഞാൻ സീനാണ്. ഞാനിപ്പോൾ ഇത് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? എൻ്റെ ഗോസ്റ്ററുടെ ബൈക്കിന് സ്പീഡ് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. സാധാരണ വണ്ടികളെ സംബന്ധിച്ച് എൻ്റെ ഗോസ്റ്ററുടെ ബൈക്ക് വളരെ പവർഫുള്ളാണ്. അതിന് ഏത് വണ്ടീനെ വേണമെങ്കിലും കത്തിച്ച് കളയാൻ കഴിയും. നമ്മളിപ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെയാണ് പോകുന്നത്. ഇത് ഇവിടെ വഴി ഉണ്ടായിരുന്നു. ശരി, നമുക്ക് നേരെ ഇങ്ങോട്ടേക്ക് പോകാം. നമ്മളിവിടുന്ന് വീണ് ചിലപ്പോൾ നമ്മൾ ചത്തൊന്ന് വരാം. നമുക്ക് ശക്തികളില്ല, നമ്മൾ ചിലപ്പോൾ ചാവൂലെന്നും വരാം. നമ്മൾ അമ്മരനാണോ എന്നൊരു സംശയം. നമ്മൾക്ക് മരണമുണ്ടോയെന്നും എനിക്കറിയില്ല ഗൈസ്. നമുക്ക് ഈ പവേഴ്സിൽ എന്തൊക്കെ പവേഴ്സ് ഉണ്ടോ? അയ്യോ ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ സ്കൈഫാൾ ടൈം ഒന്ന് ചെയ്യാം. ഓക്കെ അയ്യോ, നമ്മൾ ജസ്റ്റ് സ്കൈഫാൾ പവർ ഒന്ന് യൂസ് ചെയ്ത് നോക്കിയതാണ്. ഇപ്പോൾ നമ്മൾ താഴെ വീണോണ്ടിരിക്കുക. തലയിടിച്ചേ. നമ്മുടെ പവർ കൊണ്ട് എൻ്റെ ഡ്രസ്സിനൊക്കെ എന്താ പറ്റിയേ? എൻ്റെ മാസ്കൊക്കെ എന്താ പറ്റുന്നത്? ഞാനിപ്പോൾ ഫുള്ളും പഴയതുപോലെയായി. എനിക്കെന്തൊക്കെ പറ്റി? എൻ്റെ കയ്യിൽ നിന്ന് പവേഴ്സൊക്കെ പോവുക. എന്താ പിടിച്ചോ? എൻ്റെ കയ്യിൽ നിന്ന് പവേഴ്സൊന്നും പോവില്ല. ഇതെന്തോ ഒരു ശബ്ദം. ഫ്രാങ്ക്ലിനെ, നീ ആ പവേഴ്സൊക്കെ വെറുതെ തമാശയായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് ആ ശക്തി കൊണ്ട് അമരനായിരിക്കായിരുന്നു. പക്ഷെ ഞാൻ നിന്നെ വേറൊരു സ്ഥലത്താണ് അയച്ചത്. ഈ ചാലഞ്ച് നീ കംപ്ലീറ്റ് ചെയ്യണം, അതും ഈ കാർ കൊണ്ട്. ഈ കാറായി? ഇത് കാറാ? എനിക്കറിയില്ല ഗൈസ്. ഈ കാറിനൊക്കെ പേരും കൂടെ കമൻറ്റ് ചെയ്തേക്കണേ. ഫ്രാങ്ക്ലിൻ, ഇത് കംപ്ലീറ്റ് ചെയ്തതിന് നിൻ്റെ പവേഴ്സ് എല്ലാം ഞാൻ തിരിച്ചെടുക്കും. പിന്നെ നീ നിനക്കൊരു വലിയൊരു ആപത്തുണ്ട്. ഈ ആപത്തിനെ നീ നേരിട്ടേ പറ്റുള്ളൂ ഫ്രാങ്ക്ലിൻ. എന്താപത്ത്? അതൊക്കെ നിനക്ക് വഴിയേ മനസ്സിലാവും. ഓക്കെ ഗൈസ്, നമുക്ക് ഈ ചാലഞ്ച് നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഗൈസ്. ഈ കാലിൽ തന്നെ നമ്മുടെ ചാലഞ്ച് കംപ്ലീറ്റ് ആക്കണം. ഞാൻ ബൈക്ക് ഓടിക്കാനാണ് കൂടുതൽ ഇഷ്ടം. കാരണം ബൈക്കിനാണ് ചാലഞ്ചിന് പറ്റിയത് ഗൈസ്. എനിക്ക് ഫ്രാങ്ക്ലിൻ, നിനക്ക് പിന്നെ 2-3 എനിക്കാകെ 10 ചാൻസേ ഉള്ളൂ ഗൈസ്. നമുക്ക് 10 ചാൻസ് ഉണ്ട്. 10 ചാൻസ് നമുക്ക് യൂസ് ചെയ്യും. നമ്മുടെ ആദ്യത്തെ ചാൻസ് പോയി. ഇനി നമുക്ക് രണ്ടാമത്തെ ചാൻസ് ആണിത്.
ഈ രണ്ടാമത്തെ ചാൻസിലെങ്കിലും നമുക്ക് വിജയിക്കണം. എനിക്കിഷ്ടമുള്ള വണ്ടിയായിരുന്നെങ്കിൽ ഇച്ചിരിയെങ്കിലും നോക്കായിരുന്നു. ഈ വണ്ടിയൊന്ന് ഞാൻ ആദ്യമായിട്ടൊക്കെ കാണുന്നത്. പിന്നെ ഈ വണ്ടി എന്തേ വണ്ടിയാണെന്ന് പോലും എനിക്കറിയില്ല. ഗൈസ് നമ്മൾ പെട്ടിട്ടുണ്ട്. ഈ ചാലഞ്ച് നമ്മൾ എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ ഗൈസ്. നമ്മുടെ പവേഴ്സൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കണം ഗൈസ്. ഓക്കെ, നമ്മുടെ ഈ പവേഴ്സൊക്കെ നമ്മൾ തിരിച്ച് പിടിച്ചേ പറ്റുള്ളൂ ഗൈസ്. പിന്നെ അവിടെ എന്തോ പ്രശ്നമൊക്കെ ഉണ്ടെന്ന് ആ സൂര്യനിൽ നിന്ന് വന്ന ആൾ പറഞ്ഞു. നമ്മളിപ്പോൾ ഇറങ്ങുവാണെങ്കിൽ നമ്മൾ മരിക്കും. നമ്മൾ ഇപ്പം ജീവൻ മരണ പോരാട്ടം എന്ന് പറയാം ഗൈസ്. നമ്മുടെ രണ്ടാമത്തെ ചാൻസും പോയെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. എൻ്റെ രണ്ടാമത്തെ ചാൻസും പോയ വ്യത്യാസമുണ്ടായ. ഹലോ ഹലോ ഷിൻജാനെ. എവിടെയോ? എടാ ഞാനിപ്പോൾ പെട്ടിരിക്കുവാടാ. ഞാൻ എനിക്ക് ഫുൾ കഥയും പറഞ്ഞു തരാം. ഞാനില്ലേ ഒരു സ്വപ്നം കണ്ട്. അതിൻ്റെ സ്വപ്നത്തിലൂടെ ജുറാസിക് പാർക്കിൽ പോയി. ജുറാസിക് പാർക്കിൽ പോയപ്പോഴത്തേക്ക് അവിടെ ഒരു ബൈക്ക്. ആ ബൈക്ക് ഞാനൊന്ന് ഇരുന്നപ്പോഴത്തേക്കും എൻ്റെ ഡ്രസ്സ് മാറി, എൻ്റെ മുടി മാറി, എനിക്കൊരു മാസ്കും വന്നു. എനിക്ക് ഒരുപാട് പവേഴ്സും കിട്ടി. അപ്പോഴത്തേക്ക് ഞാൻ എന്നിട്ട് ഈ പവേഴ്സൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണ സമയത്ത് ദൈവം പിടിച്ചെന്നെ. ഞാനൊന്ന് സ്കൈഫാൾ ചെയ്തപ്പോഴത്തേക്കും ദൈവം പിടിച്ചെന്നെ ഒരു സ്ഥലത്ത് കൊണ്ട് ഇടിച്ച്. ഈ സ്ഥലം ഞാൻ എനിക്ക് സ്ഥലം വീഡിയോ കോൾ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് കാണിച്ചു തരാൻ പറ്റില്ല. ഈ സ്ഥലത്തിപ്പോൾ ഞാനിപ്പോൾ ഈ സ്ഥലത്ത് നീ ഇപ്പോൾ സ്കൂളിൽ നിന്ന് വന്നാ? ഇവിടെ സമയം ഇപ്പോൾ 4 മണി ആയാ. ഞാനിപ്പോൾ ഇത്ര നേരമായിട്ട് ഇവിടെ തന്നെ. ഷിൻജാനെ കട്ട് ചെയ്യും, എനിക്ക് സമയമില്ല. നമുക്ക് ഷിൻജാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് വേഗം എങ്ങനെയെങ്കിലും നമുക്ക് ഈ സ്ഥലത്ത് നിന്ന് പോകണം. നമുക്ക് ഈ സ്ഥലത്ത് നിന്ന് എങ്ങനെയെങ്കിലും ഇതെന്ന് ചാടുന്നേ ഗൈസ്. നമുക്ക് ഷിൻജാൻ ഇതിലൂടെ കോൾ ചെയ്യാനൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ കോൾ ചെയ്ത് നമ്മുടെ ശ്രദ്ധ തെറ്റും. അയ്യോ കാരണം നമ്മുടെ ഇപ്പം തന്നെ നമ്മുടെ ശ്രദ്ധ തെറ്റിയിട്ടുണ്ട് ഗൈസ്. കാരണം നമ്മളിപ്പോൾ എങ്ങനെയൊക്കെ പോണത് ഗൈസ്. കണ്ടോ നമ്മളിപ്പോൾ നമ്മളിപ്പോൾ വീണാൽ നമുക്ക് അതോടെ നമ്മുടെ ഗൈസ് നമ്മുടെ രണ്ടാമത്തെ ചാൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. 2 അല്ല 3. എടാ വണ്ടിയാണോ ദൈവം കൊണ്ടുവന്നേ? എടാ ഏത് വണ്ടിയായാലും നീ ഒന്ന് ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ ദൈവമേ. ഓക്കെ, നമുക്ക് ഇത്തവണ ഈ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ. നമ്മുടെ പവേഴ്സ് യൂസ് ചെയ്തിട്ടായാലും നമ്മളിപ്പോൾ ഇത്തവണ നമ്മൾ ഗൈസ് നമുക്ക് ഏതെങ്കിലും ബൈക്ക് വേണം. ബൈക്ക് ഓക്കെ ഗൈസ്, നമ്മുടെ ഒരു ബൈക്ക്, നമുക്ക് ബൈക്ക് വേണം. അയ്യോ ദൈവമേ, എനിക്ക് ഏതെങ്കിലും ബൈക്ക് തരാവാ. ഞാനിപ്പോൾ എത്ര ചാൻസ് ഞാൻ മിക്കവാറും മരിക്കും. എടാ ഫ്രാങ്ക്ലിൻ, നിനക്ക് ഞാൻ ഈ ബൈക്ക് വേണം അല്ലേ? ബൈക്ക് സ്പോണോ ഇപ്പം. കവാഷി നിഞ്ച H2 ആണ് ഗൈസ്. ഈ വണ്ടി ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച വണ്ടിയാണ്. എന്നാൽ ഈ വണ്ടി തന്നെ നമുക്ക് പോകാം ഗൈസ്. ഈ വണ്ടി എനിക്ക് ഇഷ്ടമുള്ള വണ്ടിയാണ് ഗൈസ്. നമുക്ക് ഈ ചാലഞ്ച് ഈ വണ്ടി കൊണ്ട് സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടോ നമ്മുടെ വണ്ടിയുടെ പവർ. നമ്മളിപ്പോൾ ഇത്രയും നേരം കംപ്ലീറ്റ് ചെയ്യുന്ന സാധനം ഈ വണ്ടി കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും ഗൈസ്. നമ്മളുടെ മാസ് കൊണ്ട് നമ്മൾ ഈ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യും ഗൈസ്. നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഗൈസ്. നമ്മൾ ഈ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്ത്. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അല്ല ബൈക്ക് അവിടെ, ബൈക്ക് എങ്ങോട്ട് തെറിച്ച് പോയി ഗൈസ്. കാരണം ബൈക്ക് തെറിച്ച് പോവല്ലേ. എന്താ എനിക്ക് ശക്തി, എന്തൊക്കെ തിരിച്ച് ശക്തി കിട്ടുന്ന പോലെ ഗൈസ്. നമ്മുടെ ശക്തികളൊക്കെ നമുക്ക് തിരിച്ചു കിട്ടി. ഇപ്പോൾ ഈ ശക്തികളൊക്കെ യൂസ് ചെയ്യാൻ നമുക്ക് പറ്റും. അല്ല എന്തോ അപകടം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു ഫ്രാങ്ക്ലിനെ. ഞാൻ എന്താ അപകടം എന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലായിക്കില്ല. നമ്മൾ ഈ നാട്ടിൽ ഫുൾ സോംബീസ് ഉണ്ട്. നീ അവരെയൊക്കെ തോൽപ്പിക്കണം. ദൈവമേ, എനിക്ക് ശക്തികളൊന്നും ഉപയോഗിക്കാൻ അറിയില്ല. കണ്ടോ ഈ ശക്തികളൊക്കെ എനിക്ക് ശക്തികൾ മാത്രമല്ല, നിനക്ക് ഈ ശക്തികൾ എങ്ങനെ യൂസ് ചെയ്യണ്ടെന്ന് നിനക്ക് മനസ്സിലാവാൻ കഴിയും. നീ ആദ്യം 2 മന്ത്രം ചൊല്ലിയാൽ മതി. നിനക്ക് ബൈക്ക് സ്പോണാക്കാൻ കഴിയും. ഓക്കെ ദൈവമേ, എന്താ മന്ത്രം എന്ന് പറ. ജീം ബൂം ബാ. 2 അല്ല, ജീം ബൂം ബാ എന്ന് പറഞ്ഞാൽ മതി. ഇത് 3 വാക്കല്ലേ? അതൊന്നും കുഴപ്പമില്ല, നീ ഒന്ന് പറ.
ഓക്കെ ഗൈസ്, നമ്മുടെ ഈ മന്ത്രമാണ് വേണ്ടത്. ജീം ബൂം ബാ. ബൈക്ക് സ്പോണായി. ഈ ബൈക്കിൽ തന്നെ നമുക്ക് അവരെയൊക്കെ തീർത്ത് നമുക്ക് ഈ ലോകത്തെ രക്ഷിക്കണം. എടാ ഷിൻചാനെ, എന്താടാ? സ്പോഞ്ച് ബോബോ അതാരാണ്? ഞാൻ ഷിൻചാനെ കൂട്ടാനോ ആ പൊട്ടനാണ് പോയി അവനൊന്ന് പിടിച്ചിടിച്ചിട്ട് സമ്മറൊക്കെ എൻ്റെ ഫോൺ എടുത്തോണ്ട് സ്കൂളിലോട്ടില്ലേ അവരെടുത്തോണ്ട് പോയി. ഓക്കേടാ സ്പോഞ്ച് ബോബെ, നീ മിണ്ടാതിരിക്കേ. കട്ട് ചെയ്തേ. വൃത്തിട്ടോനെ